ഹലോ ഗൈസ്, ഒരു മിററിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 4 ചിത്രങ്ങൾ ഇതാ. ഒന്നാമത്തെ വസ്തുവിന്റെ സ്ഥാനം സിക്ക് അപ്പുറത്താണെങ്കിൽ പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത് സിക്കും എഫിനും ഇടയിലായിരിക്കും. അതുകൊണ്ട് അത് റിയൽ ആണ്, ഇൻവേർട്ട് ആണ്, തല കീഴായതാണ്, യഥാർത്ഥമാണ്. ഓർത്തേക്ക്, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ട വസ്തുവിന്റെ സ്ഥാനം ഒബ്ജക്ട്, പൊസിഷൻ ഓഫ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ സിയിലാണെങ്കിൽ പ്രതിബിംബം സിയിൽ തന്നെ ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് വസ്തുവിന്റെ ഹൈറ്റും പ്രതിബിംബത്തിന്റെ ഹൈറ്റും ഇമേജിന്റെ ഹൈറ്റും എപ്പോഴും സെയിം ആയിരിക്കും ഓർത്തേക്കുക. അതുകൊണ്ട് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും 1 ആയിരിക്കും, അതായത് -1 ആയിരിക്കും ഓർത്തേക്കുക. ഇനി അതോടൊപ്പം ആ ഒരു ചിത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അത് തലകീഴായതാണ്, യഥാർത്ഥമാണ്, റിയൽ ആണെന്നൊക്കെ ഓർത്തു വയ്ക്കുക. ഇനി മൂന്നാമത് പഠിക്കേണ്ട ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത് ബിയോണ്ട് സി, വളരെ വലിയൊരു പ്രതിബിംബം ലഭിക്കുന്നു. അതോടൊപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ ഒബ്ജക്ട്, ഒബ്ജക്റ്റിനേക്കാൾ വലിയ പ്രതിബിംബമായിരിക്കും, അത് തലകീഴായിരിക്കും, അത് യഥാർത്ഥമായിരിക്കും, ഇൻവേർട്ട് ആയിരിക്കും ഓർത്ത് വയ്ക്കുക. ഇനി കോൺവെക്സിൽ പഠിക്കേണ്ട അവസാനത്തെ ഒരൊറ്റ ചിത്രം, 4 ചിത്രങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് അതിൽ കോൺവെക്സിൽ ഒരു ചിത്രമാണ്. ആ കോൺവെക്സിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരുന്നെങ്കിലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പിക്കും എഫിനും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ, ദർപ്പണത്തിന്റെ പിന്നിലായിരിക്കും ഓർത്തേക്കുക. അതുകൊണ്ട് അത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, നിവർന്നതാണ്, മിഥ്യയാണ്, ചെറുതാണെന്ന് ഓർത്തേക്കുക. ഈ 4 ചിത്രങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ.